ഷോഗുൻ സീരീസ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു തീർത്തു. അപ്പോൾ എങ്ങനെയുണ്ട് സീരീസ്? നോക്കാം. ജെയിംസ് ക്ലാവലിൻ്റെ നോവലിനെ ബേസ് ചെയ്തിട്ട് ഇക്കൊല്ലം ഇറങ്ങിയ സീരീസാണ് ഷോഗുൻ. 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കപ്പൽ തകർന്ന് ജപ്പാനിൽ എത്തപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സെയിലറായ ജോൺ ബ്ലാക്ക്തോണിലൂടെയാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലോർഡ് തോരാനാഗ, തോര മാരിക്കോ എന്നിവരാണ് കഥയിലെ മറ്റു മെയിൻ ക്യാരക്ടേഴ്സ്. ഇവിടെ PK രാംദാസ് എന്ന വൻമരം പോലെ അവിടുത്തെ ഒരു വൻമരമായിരുന്നു അവിടുത്തെ റൂളർ ടൈക്കോ ഹിഡയോഷി. അങ്ങേര് വീണപ്പോൾ അയാളുടെ പൊസിഷനിലോട്ട് വരാൻ അവിടുത്തെ ഭരണാധികാരികൾ കളിക്കുന്ന പൊളിറ്റിക്കൽ ഗെയിംസും അവരുടെ ഇടയിലുള്ള പവർ സ്ട്രഗിൾസിനെയും പറ്റിയാണ് കഥ. ഇതിൽ നമ്മുടെ ഇംഗ്ലീഷ് സെയിലറായ ബ്ലാക്ക്തോണും പെട്ടുപോകുന്നുണ്ട്. ഗെയിം ഓഫ് ത്രോൺസിന് ശേഷം ആ ഒരു ലെവലിൽ വരുന്ന വേറെ അധികം സീരീസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഗോട്ടിലെ പോലെയുള്ള ആ പൊളിറ്റിക്കൽ ഗെയിംസൊക്കെ നമുക്കിതിൽ കാണാൻ സാധിക്കും. പക്ഷേ ഡ്രാഗണും റെഡ് വിച്ചും പോലത്തെ സൂപ്പർ നാച്ചുറൽ സാധനമൊന്നും പ്രതീക്ഷിച്ച് കാണേണ്ട, ആ ടൈപ്പ് സാധനമൊന്നും ഇതിലില്ല. മോസ്റ്റ്ലി നാച്ചുറൽ ആൻഡ് റിയൽ ലൈഫിൽ നടന്നേക്കാവുന്ന ടൈപ്പ് സ്റ്റോറിയാണിതിൽ. അമേരിക്കൻ മെയ്ഡ് സീരീസ് ആണെങ്കിലും ഇതിൽ 90% യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ജാപ്പനീസ് ആണ്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ജപ്പാനിൽ കുറേ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ക്യാരക്ടേഴ്സിനെ വെച്ച് അവരിലൂടെ കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർ ട്രൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല ഒതൻറ്റിക് ഫീൽ കിട്ടുന്നുണ്ട് ഇത് കാണുമ്പോൾ. മൊത്തം ജാപ്പനീസ് ആയതുകൊണ്ട് തന്നെ സബ് ടൈറ്റിൽ ഇല്ലാതെ ഈ സീരീസ് കാണാൻ പറ്റില്ല. പണ്ടത്തെ ജാപ്പനീസ് കൾച്ചറും നല്ല ഡീറ്റെയിൽ ചെയ്ത് കാണിക്കുന്നുണ്ട് ഈ സീരീസിൽ. ഇതിലെ VFX ഒക്കെ ടോപ്പ് നോച്ചാണ്. VFXൽ എവിടെയും ഒരു പോരായ്മ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സിനിമറ്റോഗ്രഫിയും വളരെ നൈസായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിംസാണ് ഇതിൽ മൊത്തം. അപ്പോൾ പണ്ടത്തെ ജാപ്പനീസ് കൾച്ചറും അവിടുത്തെ പൊളിറ്റിക്കൽ ഗെയിംസും ഒക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സീരീസാണിത്. ഇതിപ്പോൾ ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത സീരീസ് കണ്ടേച്ചും വരാം. അപ്പം ശരി.